ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നൗസ് കുക്ക് ബുക്ക്. ഇന്ന് ഓണം സീരീസിൻ്റെ 5ാമത്തെ എപ്പിസോഡിൽ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വെള്ളരിക്ക പച്ചടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാനിവിടെ വെള്ളരിക്ക ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി അത് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് വേവിക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഒഴിക്കരുത്. ഞാനിവിടെ 1/4 കപ്പാണ് ഒഴിച്ചിട്ടുള്ളത്. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഞാനിവിടെ തേങ്ങ അരപ്പിനായിട്ട് എടുത്തിട്ടുള്ളത് 1/2 കപ്പ് തേങ്ങ, 2 പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഞാനിവിടെ 1/2 ടീസ്പൂണോളം കടുക് ഇടുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് നല്ല ജീരകവും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. വെള്ളരിക്ക ഏകദേശം വെന്ത് വരുന്നുണ്ട്. ഇതിൻ്റെ വെള്ളം കുറച്ചും കൂടി വറ്റാനുണ്ട്. ഇനി നമുക്ക് തേങ്ങ അരപ്പ് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. അതിനുശേഷം ഞാനിവിടെ 1/2 കപ്പോളം തൈര് ചേർക്കുന്നുണ്ട്. തൈരിൽ വെള്ളം ചേർക്കാൻ പാടില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വെള്ളരിക്ക പച്ചടി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി താളിക്കാം. താളിക്കാനായി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് കടുകിടാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ കടുകാണ് ഇടുന്നത്. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് താളിച്ചത് വെള്ളരിക്ക പച്ചടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ വെള്ളരിക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഓണം സ്പെഷ്യൽ വെള്ളരിക്ക പച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. എല്ലാവരും ഓണത്തിന് ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.